വളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിലെ മെമ്പറാണ്. പേര് ഷാജി. മണക്കടവ് നിന്ന് 2.5 കിലോമീറ്റർ അപ്പുറം പന്തിരങ്ക അങ്ങാടിയിലേക്ക് ഉള്ള യാത്രാ ദുരിതമായിട്ടാണ് ഇപ്പം ഈ പ്രക്ഷോഭത്തിൻ്റെ പാതയിൽ ജനങ്ങൾ എത്തിയിട്ടുള്ളത്. അതിൽ അത്താണി അണ്ടർപാസ് എന്നുള്ളത് മണക്കടവ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസം തന്നെയാണ്. നമുക്ക് മണക്കടവിൽ നിന്ന് രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് രാത്രി 10:30ക്കാണ് കോഴിക്കോട് ടൗണിൽ നിന്ന് മണക്കടവിലേക്ക് വരുന്നത്. ഇത്ര ദീർഘ സമയത്ത് യാത്രാ സർവീസുള്ള ഒരു ഏരിയ പന്തിരങ്ക റൂട്ടിൽ വേറെ ഇടയില്ല. 12ഓളം സർവീസ് ബസ്സുകളും നിരവധി സ്കൂൾ വാഹനങ്ങളും കടന്നു പോകുന്ന ഈ റൂട്ടിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രാവിലെയൊക്കെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെല്ലാം ഈ സമയത്ത് ഞങ്ങൾക്ക് ഒരു 5.5 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും താണ്ടി പോകേണ്ട ഒരു പ്രയാസമാണ് ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. മണക്കടവിൽ പ്രത്യേകിച്ച് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ചാലിയാറിൻ്റെ തീരത്തുള്ള ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഇപ്പം ടൗണും നാലും എവിടുന്ന് ബന്ധപ്പെടുമ്പോഴും ഇത്ര ചുരുങ്ങിയ കിലോമീറ്റർ ദൂരത്തിൽ എത്താവുന്ന ഒരു സ്ഥലമാണ് ചാലിയാറിൻ്റെ തീരം മണക്കടവ്. കച്ചവട കേന്ദ്രമായിട്ടും വിദ്യാഭ്യാസ മേഖലയിലും എല്ലാ മേഖലയിലും മണക്കടവിൻ്റെ ഭാഗത്തു നിന്ന് പല ഭാഗത്തേക്കും ആളുകൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അടിപ്പാത മണക്കടവ് അത്താണി ജംഗ്ഷനിൽ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്, ആവശ്യത്തെക്കാൾ കൂടുതൽ അത്യാവശ്യമാണ്. അതിന് വേണ്ട നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെള്ളക്കെട്ട് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് ഞങ്ങളെ ജീവൽ പ്രശ്നമാണ്. നിലവിലുള്ള ഈ പ്രതിഷേധവും ജനങ്ങളും സർക്കാരെന്നില്ലാതെ സർക്കാർ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത് ജനങ്ങളെ ക്ഷേമത്തിനും സൗകര്യത്തിനും വേണ്ടിയിട്ടാണ്. ഈ സൗകര്യം നിഷേധിച്ചു കൊണ്ടാവരുത്, ഇത്രയും ജനങ്ങളെ സൗകര്യം നിഷേധിച്ചു കൊണ്ടാവരുത് ഈ മറ്റ് ഹൈവേ വരുന്നത് എന്നുള്ളതാണ്. ഹൈവേ വരുന്നതിനും വികസനം വരുന്നതിനും ജനങ്ങളെല്ലാവരും സപ്പോർട്ടാണ്. അതിന് ഇനിയും ജനങ്ങളുടെ പിന്തുണയും സഹായവും ഉണ്ടാവും. അതോടൊപ്പം ജനങ്ങളുടെ ഈ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.